യുദ്ധതന്ത്രങ്ങളിൽ വളരെ വിലയേറിയ രീതിയാണ് തന്ത്രപരമായ വഴിതെറ്റിക്കൽ. യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുവിനെ യുദ്ധത്തിൽ നിന്ന് ഏതെങ്കിലും രീതി ഉപയോഗിച്ച് വഴിതെറ്റിക്കുക എന്നത് യുദ്ധതന്ത്രങ്ങളിൽ ഒന്നാണ്. പക്ഷേ തന്ത്രപരമായി വഴിതെറ്റിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും ശക്തരായ സൈന്യങ്ങളിൽ ഒന്നിനെയാണെങ്കിലോ? ഒരല്പം ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? എന്നിട്ടും 23-ാം ഹെക്ടേഴ്സ് സ്പെഷ്യൽ ട്രൂപ്പ് എന്ന ഗോസ്റ്റ് ആർമി അത് ചെയ്തു, വിജയിക്കുകയും ചെയ്തു. ഗോസ്റ്റ് ആർമി അഥവാ പ്രേതപ്പട, സൈനികർ ഇല്ലാത്ത സൈന്യം. അതെ, 1100 പേരടങ്ങുന്ന ഈ സൈന്യത്തിൽ സൈനികർ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. നടന്മാർ, കലാകാരന്മാർ, കലാസംവിധായകർ, എഞ്ചിനീയർമാർ എന്നിവർ അടങ്ങിയ സംഘം. ഇങ്ങനെയുള്ള ഒരു സംഘത്തിന് ലഭിക്കുന്ന ദൗത്യം ലോകത്തിലെ ഏറ്റവും ശക്തനും ക്രൂരനുമായ ഏകാധിപതിയെയും അയാളുടെ സൈന്യത്തെയും കബളിപ്പിക്കുക എന്നത്. അതൊരിക്കലും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന് അറിയാത്തവരല്ലായിരുന്നു ആ സംഘത്തിലെ ആരും. ചതിക്കാത്ത ചന്തു എന്ന മലയാളം സിനിമയ്ക്കുള്ളിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലും പ്രേതങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു സംഭവത്തെ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ശത്രുവിൽ ഭയം ജനിപ്പിക്കുകയും ശത്രുവിനെ യുദ്ധത്തിൽ നിന്നും വഴിതെറ്റിക്കുകയും ആയിരുന്നു ഈ പ്രേതപ്പട ചെയ്തത്. കയ്യിൽ അപകടകരമായ ഒന്നുമില്ലെങ്കിൽ പോലും നാസിപ്പടയെ പേടിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുദ്ധത്തിൽ മുന്നേറ്റം നടത്തി. എന്തൊക്കെയാണ് ആ ടീം നാസിപ്പടയെ പേടിപ്പിക്കാൻ ചെയ്തത് എന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും എന്നുറപ്പാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും സാങ്കേതികമായി വികസിച്ച ടീമായിരുന്നു ഹിറ്റ്ലറുടെ നാസി സൈന്യം. എങ്കിലും നാസികളെ പൊട്ടന്മാരാക്കുവാൻ ഈ സംഘത്തിന് യുദ്ധരംഗത്ത് നാടകം കളിക്കേണ്ടി വന്നു എന്നത് ചരിത്രമാണ്. ശാരീരികമായും മാനസികമായും ശത്രുവിനെ തളർത്തുക എന്നതായിരുന്നു ഈ സൈന്യത്തിൻ്റെ രൂപീകരണ ഉദ്ദേശം. ആകാശ നിരീക്ഷണം നടത്തുന്ന ചാരവിമാനങ്ങളുടെയും മറ്റും കണ്ണിൽപ്പെടാത്ത ടാങ്കറുകളും റബ്ബർ വിമാനങ്ങളും ഉപയോഗിച്ച് വലിയൊരു മിലിറ്ററി ട്രൂപ്പാണ് ശത്രുക്കൾ എന്ന് തോന്നിപ്പിക്കുകയായിരുന്നു ഈ ഗോസ്റ്റ് ആർമിയുടെ ലക്ഷ്യം. കളിക്കോപ്പുകൾ പോലെ ടാങ്കറുകൾ നിരത്തിവെക്കുന്നതിനിടയിൽ ചില യഥാർത്ഥ ടാങ്കറുകൾ ഉണ്ടാകും എന്നതാണ് സത്യം. വൻ ടാങ്കർ ശേഖരമാണ് എതിരാളിക്കെന്ന് പലപ്പോഴും ഗോസ്റ്റ് ആർമിയുടെ സെറ്റുകൾ കണ്ട് ജർമ്മൻകാർ ഞെട്ടിയെന്ന് ചരിത്രം പറയുന്നു. ഇത്തരത്തിൽ വിന്യസിക്കുന്ന യൂണിറ്റുകളെ ആക്രമിക്കാൻ വെറുതെ ആയുധം പാഴാക്കിയിട്ടുണ്ടേ നമ്മുടെ ജർമ്മൻ സൈന്യം. ഒടുവിൽ യഥാർത്ഥ എതിരാളികൾ എത്തുമ്പോൾ ജർമ്മൻ സൈന്യം ശരിക്കും വിയർത്തു. അങ്ങനെ തന്നെ പറയാം. ശബ്ദങ്ങൾ ഉണ്ടാക്കി ശത്രുവിൻ്റെ ശ്രദ്ധ തിരിക്കാനും മറ്റും ഈ ട്രൂപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. 20 കിലോമീറ്റർ അകലെ വരെ സൈന്യം മാർച്ച് ചെയ്യുന്ന ശബ്ദം ഇവർ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സന്ദേശങ്ങൾ കൈമാറുന്ന സൈനിക വയർലെസ് സന്ദേശങ്ങളുടെ മിമിക്രി സ്റ്റേഷൻ ഇവർ ഉണ്ടാക്കി. ഇത് പ്രകാരം നൽകിയ സന്ദേശങ്ങൾ യഥാർത്ഥ പോരാളിയുടെ നീക്കമാണെന്ന് വിചാരിച്ച് ജർമ്മൻ സൈന്യം കുരുക്കിൽപ്പെട്ടു പലതവണ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലത്ത് സഖ്യസേന യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ യുദ്ധമുഖത്ത് ഈ പരീക്ഷണം നടത്തി. 1944-45 കാലത്ത് ഈ സൈന്യം 21 വിജയകരമായ ദൗത്യങ്ങൾ നടത്തി. ജർമ്മൻ സൈന്യം കാലക്രമേണ ഈ ഗ്രൂപ്പിനെ ഫാൻറ്റം ട്രൂപ്പ് എന്നാണ് വിളിച്ചത്. യൂറോപ്പിൽ മാത്രമല്ല, അച്ചുതണ്ട് ശക്തികൾക്കെതിരെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഫാൻറ്റം സൈന്യം ഉപയോഗിക്കപ്പെട്ടു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ പൂർണ്ണമായും പിരിച്ചുവിട്ട സൈന്യം അമേരിക്കയുടെയും മറ്റ് സൈനിക രഹസ്യമായി കിടക്കുന്നു. പക്ഷേ 1996 ഈ സൈനിക സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തി. സംഘത്തിലെ മുഴുവൻ സൈനികരുടെയും പേരും പുറത്തു വന്നു. എന്നാൽ ഈ സംഘത്തിൻ്റെ പല ദൗത്യങ്ങളും ഇപ്പോഴും വെളിപ്പെടുത്താത്ത രഹസ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.